ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 10ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമായ വീഡിയോയാണിത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വർഷം മുതൽ 2025-26 അധ്യയന വർഷം മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പാഠഭാഗങ്ങൾ വന്നിരിക്കുന്നത്, ഏതൊക്കെ പാഠഭാഗങ്ങളാണുള്ളത്, എത്ര യൂണിറ്റുകളാണുള്ളത് എന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മലയാളം അടിസ്ഥാന പാഠാവലി ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് പാഠഭാഗങ്ങൾ വന്നിരിക്കുന്നതെന്നും അതുപോലെ എത്ര പാഠഭാഗങ്ങളുണ്ട്, ഏതൊക്കെ യൂണിറ്റുകളാണുള്ളതെന്നും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം മലയാളം അടിസ്ഥാന പാഠാവലി ആയതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും മലയാളം അടിസ്ഥാന പാഠാവലിയിൽ 3 യൂണിറ്റുകളായിരിക്കും ഉണ്ടാവുക. 3 യൂണിറ്റുകളിലായി 3 പാഠഭാഗങ്ങൾ, അങ്ങനെ 9 പാഠഭാഗങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇപ്രാവശ്യവും പുതിയ ടെക്സ്റ്റ് ബുക്കിലും അങ്ങനെ തന്നെയാണുള്ളത്. അതായത് 3 യൂണിറ്റുകളാണുള്ളത്. ഓരോ യൂണിറ്റിലും 3 പാഠങ്ങൾ വീതമാണുള്ളത്. അപ്പോൾ നമുക്കിനി യൂണിറ്റുകൾ ഓരോന്നായി പരിചയപ്പെടാം. അപ്പോൾ അടിസ്ഥാന പാഠാവലിയിൽ 3 യൂണിറ്റുകൾ, അതിൽ ഓരോ യൂണിറ്റിലും 3 പാഠങ്ങൾ. ആദ്യത്തെ യൂണിറ്റിന്റെ പേര് അരങ്ങും പൊരുളും എന്ന യൂണിറ്റാണ്. അപ്പോൾ ആ യൂണിറ്റിൽ ആദ്യത്തെ പാഠം ചിത്രകാരി എന്ന് പറയുന്ന പാഠഭാഗമാണ്. ഷാഹിന ഈക്ക് എഴുതിയിട്ടുള്ള അനന്ത പത്മനാഭന്റെ മരക്കുതിരകൾ എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ ചിത്രകാരി എന്ന് പറയുന്ന പാഠഭാഗമായി നമുക്ക് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ഒരു ഗാനമാണ്. അതായത് കൽബിലെ നിലാവ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. അതിൻ്റെ ഗാനരചന എഴുതിയിട്ടുള്ളത് KD മുഹമ്മദ് ആണ്. ദെൻ മൂന്നാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് അതിലെ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. അത് എഴുതിയിട്ടുള്ളത് വയലാ വാസുദേവൻ പിള്ളയാണ്. അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്റ് 1 കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ യൂണിറ്റ് 2 കടക്കുകയാണെങ്കിൽ അതിൽ പ്രവേശികയിലുള്ള തലക്കെട്ട് എന്ന് പറയുന്നത് ഏകോദര സോദരൻ നാം എന്ന് പറയുന്നതാണ്. അതായത് ഡോക്ടർ BR അംബേദ്കറിന്റെ ഒരു കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ 3 പാഠഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ പാഠഭാഗം എന്ന് പറയുന്നത് വിഷുക്കണിയ വിട എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയിട്ടുള്ളതാണത്. രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് അതിൽ ആനന്ദ ശ്രൂക്കൾ എന്ന് പറയുന്ന പാഠഭാഗമാണ്. മുറിപ്പാടുകൾ സാറാ തോമസ് എഴുതിയിട്ടുള്ള മുറിപ്പാടുകളിൽ നിന്ന് എടുത്തിട്ടുള്ള പാഠഭാഗമാണ്. മൂന്നാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് കേത്തേളു എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതിൽ എട്ടക്കൂരി എന്ന് പറയുന്ന പാഠഭാഗമുണ്ട്. അത് രണ്ടും എന്ന് പറയുന്നത് ഒരു ഗോത്ര കവിതകളാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് അവിടെ പരാമർശിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റത്തെ യൂണിറ്റായ 3ാം യൂണിറ്റിലേക്ക് കടക്കുമ്പോൾ 3ാം യൂണിറ്റിന്റെ പേരെന്ന് പറയുന്നത് അറിവിനറിവായി നിറവായി എന്ന് പറയുന്നതാണ് യൂണിറ്റിന്റെ പേരെന്ന് പറയുന്നത്. ആ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ചരിത്രം രചിച്ച നാടകം എന്നതാണ്. അപ്പോൾ ഇവിടെ ഈ നാടകത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. കേളപ്പൻ എഴുതിയിട്ടുള്ള അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ അവതാരികയാണ് ഇവിടെ പരാമർശിക്കുന്നത് പാഠഭാഗമായി. അതിലെ രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് എൻ്റെ ഭാഷ എന്നതാണ്. അതായത് വെള്ളത്തിൽ നാരായണമേനോന്റെ സാഹിത്യമഞ്ജരിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള എൻ്റെ ഭാഷ എന്ന് പറയുന്നത്. അവസാനത്തെ പാഠഭാഗം എന്ന് പറയുന്നത് വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. CM മുരളീധരനാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളാണ് നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ 3 യൂണിറ്റുകളിലായി 3 പാഠഭാഗങ്ങൾ, അങ്ങനെ 9 പാഠങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇടുന്നുണ്ട്. നമ്മൾ കേരള പാഠാവലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ അതൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.